ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നിവിടെ ഒരു ചൂണ്ടയിടയിൽ മത്സരം നടക്കുന്നുണ്ട്. ഫിഷിംഗ് ക്ലബ് തിരുവല്ലയാണ് ഈ പരിപാടി നടത്തുന്നത്. നദീ സംരക്ഷണവും നാടൻ ചൂണ്ടയിടയിൽ മത്സരം പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇവർ പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നീക്കുകയും പിന്നെ അതിനുശേഷം കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ പുഴയിൽ നിക്ഷേപിക്കുകയും അതിനുശേഷം തനി നാടൻ രീതിയിൽ പനങ്കമ്പേൽ ചൂണ്ട കെട്ടി മൈദ ഇട്ട് ചെറിയ മീനുകളെ പിടിക്കുന്ന നാടൻ മീൻപിടുത്ത രീതിയാണ് ഇന്നത്തെ മത്സരമായിട്ട് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അത് മൊത്തം ഒന്ന് കാണുകയും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ 1:30 ആയപ്പോഴത്തേക്ക് സ്ഥലത്തെത്തി. 2 മണിയാണ് മത്സരം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും 3 മണി 4 മണി ആവും മത്സരം തുടങ്ങുമ്പോഴത്തേക്ക്. ആളുകളൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇന്നത്തെ പരിപാടി പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 4 മണി കഴിയുമ്പോഴത്തേക്ക് ഒരിടം വരെ പോകേണ്ട ആവശ്യമുണ്ട്. മത്സരം ഏകദേശം 4 മണി ആകുമ്പോഴത്തേക്ക് തുടങ്ങത്തുള്ളെന്ന് തോന്നുന്നു. അതുവരെ ഒക്കുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കാം. യുടെ 1-ാം വാർഷികമായി നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ നദീ സംരക്ഷണവും നാടൻ ചൂണ്ടയിടൽ മത്സരമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ചൂണ്ടയിടലിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 30 പേര് ഇവിടെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഇവിടെ വന്ന് ഹാജരാകണം. നാളെ സ്വാഗതം ചെയ്യുന്നു. വാട്സപ്പ് കൂട്ടായ്മയുടെ നമ്മുടെ തിരുവല്ല ഫിഷിംഗ് ക്ലബിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തിരുവല്ല ഫിഷിംഗ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഫിഷിംഗ് കോമ്പറ്റീഷനിൽ 1-ാം സമ്മാനം മേടിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 1-ാം സമ്മാനം ഞാൻ വിട്ടുതരാം. കാര്യം ഞാൻ മത്സരിക്കുന്നുണ്ട്. അപ്പം 1-ാം സമ്മാനം വെച്ച് ബാക്കിയുള്ള ഇതിന് മത്സരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ചുമ്മാ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഈ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും പങ്കെടുത്ത് പ്ലാസ്റ്റിക്കൊക്കെ നീക്കം ചെയ്ത് സഹകരിക്കേണ്ടതാണ്. ഏത് മീനൊക്കെ ഇത്? ഏത് മീനൊക്കെ? ഗ്രാസ് കാർപ്പുണ്ട്, കട്ട്ലുണ്ട്, ആ
വാരിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നുണ്ട്. അത് കാർപ്പ് ഐറ്റം ഫിഷാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കവിയിൽ നിന്നാണ് ഇതിനെ പോയി കളക്ട് ചെയ്ത് 1500 മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ നദിയിലേക്ക് ഇറക്കി വിടുന്നു. പുഴയിലോട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പോവുകയാണ്. 1500ഓളം മീൻ കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. വളർത്തു മത്സ്യങ്ങളെ ആയ രോഹു, കട്ല അങ്ങനെയുള്ള മീനുകളെയൊക്കെയാണ്, കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് ഇറക്കി വിടുന്നത്. പ്ലാസ്റ്റിക് എല്ലാം അതിൻ്റെ കൂടെ തന്നെ ആ വേസ്റ്റിനോട് തന്നെ ഇങ്ങോട്ട് തന്നെ ഇട്ടേക്കുന്ന അവിടെ രാവിലെ $1500 മീൻ കുഞ്ഞുങ്ങൾ നമ്മൾ ഇറക്കുന്നത്. 1500 നമുക്ക് കവീര് ഫിഷ് ഫാമിൽ നിന്നാണ് നമ്മളിപ്പോൾ അതിനെ കളക്ട് ചെയ്തിരിക്കുന്നത്. കവീരാണ് സ്ഥലം. മീൻ പിടിച്ച് ഉള്ള ഇത് കൊള്ളായിരുന്നു. നമ്മൾ 1500 മത്സ്യക്കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ട്. അത് വലുതാകുമ്പോൾ നമ്മൾ തന്നെ പിടിക്കും, അത് വേറെ കാര്യം. എന്നാലും ഒരു പ്രചോദനം, നദിയുമായിട്ട് ഒത്തു പോകാനൊരു സംഭവം ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 30 പേര് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. 30 ഉണ്ട്. 31-ാമനാണ് ഫസ്റ്റ് പ്രൈസ് മേടിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് നമ്പർ അടിച്ചിട്ട് പോയത്. നമ്മൾ സമാന ചുമ്മാ പറഞ്ഞാൽ വിളി. അപ്പം ആ റിപ്പോർട്ട് ചെയ്താൽ കൊള്ളാം. സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ മത്സ്യാർത്ഥികൾ പങ്കെടുക്കാൻ പാടുള്ളൂ. മത്സ്യാർത്ഥികൾ പിടിക്കുന്ന മീനുകളെ സംഘാടകർ തരുന്ന സഞ്ചിക്കുള്ളിൽ സൂക്ഷിക്കേണ്ടതാണ്. മത്സ്യാർത്ഥികൾ മാത്രമേ മത്സര സമയത്ത് മത്സര സ്ഥലത്ത് നിൽക്കുവാൻ പാടുള്ളൂ. മത്സര സമയം 4 മുതൽ 5:15 വരെ ആയിരിക്കും. ഒരു സമ്മാനത്തിന് അർഹമായ മീനിനെ അടുത്ത സമ്മാനത്തിൽ ഉൾക്കൊള്ളിക്കില്ല. മത്സരം അവസാനിക്കുമ്പോൾ പിടിക്കുന്ന മീനുകളെ സംഘാടകരെ ഏൽപ്പിക്കുന്നതാണ്. സമ്മാനങ്ങൾ നിശ്ചയിക്കുന്ന പിടിക്കുന്ന മീനുകളുടെ പോയിന്റ് അടിസ്ഥാനത്തിലായിരിക്കും. അതിന്റെ ലിസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചൂണ്ടിടാൻ വരുന്ന ആൾക്കാർക്ക് ഇത് തരുന്നതായിരിക്കും.
മത്സരാർത്ഥികൾ ഇവിടെ വിസിലടിക്കാതെ ആരും ചൂണ്ടയും നൂലും എടുത്ത് കെട്ടാൻ പോലും പാടില്ല. താഴെ വെക്കുക. വിസിലും പെട്ടെന്ന് പെട്ടെന്ന് ചൂണ്ട കെട്ടി ആദ്യം മീനിനെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. വേഗം വേഗം ആദ്യം പിടിക്കുന്ന ആൾക്ക് മീനുണ്ട്, സമ്മാനമുണ്ട്. മീനല്ല, മീനുമുണ്ട്, സമ്മാനമുണ്ട്. ആറാം നമ്പർ വിനീത് വെൺപാലയാണ് ആദ്യത്തെ മീൻ പിടിച്ചിരിക്കുന്നത്. വിനീത് വെൺപാല. മത്സരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങ് പോന്നു. എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് സമ്മാനദാനം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് വേറെ ഒരിടം വരെ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒക്കുന്ന അത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ.